ആവേശം ഒട്ടും ചോരുന്നില്ല. നമ്മുടെ ഓളപ്പരപ്പിൽ ഇനി ഓളം തുള്ളാൻ അല്ലെങ്കിൽ ആവേശം തീർക്കാൻ പുന്നമടക്കായലിൽ ജലമാമാങ്കം തുടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ അരുൺ കൊടുങ്ങൂർ, സുധീഷ് ഗോപാൽ, മനോജ് ഒപ്പം മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. നമുക്ക് മനോജിലേക്ക് പോകാം. മനോജ്, 38 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ വിയ്യപുരം ചുണ്ടൻ കഴിഞ്ഞ വർഷം ഒരു ടൈറ്റിൽ സ്വന്തമാക്കിയത്. അപ്പോൾ ഈ വർഷത്തെ അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഈ വർഷവും അവർ തന്നെ കൊണ്ടുപോകുമോ കപ്പ്? അശ്വതി, ഇന്ന് ഈ പുന്നമടക്കായലിൽ നടക്കുന്ന ജലമേളയിൽ വിയ്യപുരം വലിയ പ്രതീക്ഷയിലാണ്. അതായത് വിയ്യപുരം ചുണ്ടനിൽ തുഴയെറിയുന്നവരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം ആ ഓളപ്പരപ്പിനെ കീറി മുറിച്ചുകൊണ്ട് എത്തിയ വിയ്യപുരം ചുണ്ടൻ, അത് ആ ദൃശ്യങ്ങൾ ആരും മറക്കില്ല. ഇത്തവണയും അതുപോലെ തന്നെ UBC കൈനഗിരി FC ആണ് വിയ്യപുരം ചുണ്ടനിൽ തുഴയെറിയുന്നത്. ആകെ 82 തുഴക്കാർ, 5 അമരക്കാരും 7 താളക്കാരും അടക്കം 82 തുഴക്കാരാണ് വരുന്നത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും. രാവിലെ മുതൽ തന്നെ ഈ ചുണ്ടൻ വെള്ളം, അതായത് ഇന്ന് ഓളപ്പരപ്പിലേക്ക് മത്സരത്തിനായി ഇറങ്ങാൻ പോകുന്ന ചുണ്ടൻ വെള്ളത്തിൻ്റെ അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് എല്ലാവരും. 8 മണിയോടുകൂടി തന്നെ ഇവിടെ നിന്നും വെള്ളമിറക്കും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിയ്യപുരം ചുണ്ടൻ എന്ന് പറഞ്ഞാൽ വലിയ ആവേശമാണ്. കരക്കാരെ സംബന്ധിച്ചിടത്തോളം, ക്ലബ്ബുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ തരത്തിലുള്ള ആവേശം തന്നെയാണ് പകരുന്നത്. എന്തായാലും ഇത്തവണ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഓളപ്പരപ്പിലേക്ക് ഇറങ്ങുന്നത്. വിയ്യപുരം ചുണ്ടന് വേണ്ടിയിട്ടാണ് തുഴയെറിയുന്നത്. കൈനഗിരി FC, അതായത് UBC കൈനഗിരി FC ആണ് ഇത്തവണ ഈ ചുണ്ടൻ വള്ളത്തിൽ തുഴയെറിയുന്നത്. അപ്പോൾ വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ മത്സരത്തിൽ വരുന്നത്. ഞങ്ങളുടെ എല്ലാ പിള്ളേരും ആത്മാർത്ഥമായിട്ട് അവരുടെ പ്രവൃത്തി ഇതുവരെ ചെയ്തിരുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളുടേതാണ്. ഈശ്വരൻ ഞങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം തരും എന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾ ജയിക്കുമെന്നുള്ള. UBCക്ക് ഒരു ചരിത്രമുണ്ട്. അതായത് പലതവണ വിജയകിരീടം നേടിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് അത്. എന്തായാലും UBC FC ആണ് ഇത്തവണ തുഴയെറിയുന്നത്. അപ്പോൾ ആ ഒരു പരിശീലനവും ഇവർക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസമൊക്കെ എത്തരത്തിലാണ്? അല്ല, UBCയുടെ പിള്ളേർ തന്നെ ആണെങ്കിൽ തന്നെയും അതുപോലെ തന്നെ ചിട്ടയായിട്ടുള്ള പരിശീലനവും അതിൻ്റെ ഷെഡ്യൂളും എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിള്ളേരെല്ലാം ആത്മാർത്ഥമായിട്ട് അവരുടെ ജോലികൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്ന് മത്സരത്തിൽ വരുന്നത്. തീർച്ചയായിട്ടും അവർ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. 8 മണിയോടുകൂടി ഇറക്കും. 8 മണിയോടുകൂടി വള്ളം നീറ്റിലിറക്കും. അതിനുശേഷം ദേവാലയങ്ങളിൽ സന്ദർശിച്ചു അനുഗ്രഹങ്ങൾ വാങ്ങി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ക്യാമ്പിനവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ആലപ്പുഴയ്ക്ക് വരും. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തവണ തുഴയെറിയുന്നവരാണ് എനിക്ക് പിന്നിലൊക്കെ നിൽക്കുന്നത്. ഇവിടെ എല്ലാവരും വളരെ ഭക്തിയോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി അങ്ങനെ നീറ്റിലിറങ്ങുകയാണ്. ഇന്ന് ഈ ഓളപ്പരപ്പിലൂടെ മത്സരിച്ച് തുഴയുമ്പോൾ അതിന് വേണ്ട ആത്മവിശ്വാസവും ആരോഗ്യവും കരുത്തുമെല്ലാം നൽകണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് എല്ലാവരും ഇന്ന് ഈ വീരു, നമുക്ക് കാണാം വീരു എന്നുള്ള ആ ഒരു പേരിൽ വിയ്യപുരം ചുണ്ടൻ അറിയപ്പെടുന്നു. അങ്ങനെ വീരുവിനെ തുഴയെറിയാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ അവസാനഘട്ട തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ വിയ്യപുരം ചുണ്ടൻ നീറ്റിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. 8 മണിയോടുകൂടെ ഇവിടെ നിന്നും ഇറങ്ങും. അതിനുശേഷമാണ് ഓരോ ആരാധനാലയങ്ങളിലുമൊക്കെ അവിടെ നിന്നും പിന്നീട് ഓരോ സ്ഥലങ്ങളിലേക്കും എത്തും എന്ന് പറയുന്നത്. എന്തായാലും അതിൻ്റെ എല്ലാ അവസാനഘട്ട തയ്യാറെടുപ്പിൻ്റെ തിരക്കിലൊക്കെ തന്നെയാണ്. എല്ലാം അല്പസമയം കൂടെ കഴിഞ്ഞാൽ ഇവിടെ വളരെ ആവേശം തന്നെയാണ്.